അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം 1920 കാലങ്ങളിലാണ് കേരളത്തിൽ വന്നത്. അന്ന് അവർ സുന്നികളും അവരും തമ്മിൽ ഏകദേശം 10, 12, 15 വിഷയത്തിലൊക്കെ തർക്കമുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം അവർ പഠിപ്പിച്ചിരുന്നത് തറാവീഹ് 20 റക്അത്താണ്, അതുപോലെ തന്നെ സുബ്ഹിയിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്, തലമറക്കൽ സുന്നത്താണ്, അതുപോലെ തന്നെ ദിനാഘോഷം പുണ്യമുള്ള കാര്യമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ അന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അവർ മാറ്റി തറാവീഹ് 20 വെട്ടിച്ചുരുക്കി 11 ഇങ്ങനെ 11 അതുപോലെ തന്നെ ദിനാഘോഷം അത് ബിദ്അത്താണ്, ഹറാമാണ് എന്ന് പഠിപ്പിച്ചവരാണ്. അതുപോലെ തന്നെ സുബ്ഹിയിലെ ഖുനൂത്ത് ബിദ്അത്താണ്, ഇങ്ങനെ പഠിപ്പിച്ച് പിന്നീട് മാറ്റിയവരാണ് വഹാബി പ്രസ്ഥാനം എന്ന് നമുക്കറിയാം. എന്നാൽ 1997 ഇതൊക്കെ തിരുത്തിയ ഈ വഹാബികൾ ഒരു സമ്മേളനം നടത്തിയത് 1997 പിലാത്ര സമ്മേളനം. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ റിവ്യൂ എന്നുള്ള പുസ്തകം ഇതിൽ ഒരു ഉറപ്പില്ലാതെ മുജാഹിദുകൾ എഴുതി വെക്കുകയാണ്. ഇത് കേട്ട മുജാഹിദുകൾ പോലും ചുരുക്കി. വാചകം അങ്ങനെയാണ്: മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും ആദർശം മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. 1997 ഒരു ഉറപ്പില്ലാതെ എഴുതി വെക്കുകയാണ്. അതിൻ്റെ കാരണം ഈ ആദർശം ഉണ്ടാക്കിയത് നമ്മളല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇത് ഖുർആനിൻ്റെയും തിരുചര്യയുടെയും പ്രകാശമാണ്. നബി ഖുർആനിൻ്റെയും തിരുചര്യൻ്റെയൊക്കെ പ്രകാശമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. അതൊക്കെ മാറ്റിയിട്ടാണ് ഇത് എഴുതുന്നത്. ഈ ആദർശം ജ്വലിക്കുന്നത് രണ്ടിലൂടെയുമാണ്, അതായത് ഖുർആൻ്റെയും തിരുചര്യയുടെയും. പല ഇസ്ലാമിക സംഘടനകളും ആദർശങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം മുമ്പ് പറഞ്ഞിടത്ത് തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം നാം മുറുകെ പിടിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും മാത്രമായതുകൊണ്ടാണ്. ഒരിക്കലും മറ്റു പല സംഘടനകളും ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്, പല ആദർശങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അന്ന് പറഞ്ഞിടത്ത് തന്നെ ഇന്ന് നിൽക്കുന്നത് ഇത് വായിക്കുന്ന ഒരു മുജാഹിദ് മൗലവിമാരോട് പറഞ്ഞ പല മൗലവിമാരും ഇതിന് മറുപടി പറയാതെ നടക്കും. ഒരു മൗലവി വന്നിട്ട് പറയാണ്, ആ എഴുതിയത് വളരെ ശരി തന്നെയാണ്, ഒന്നും മാറ്റി പറയേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശം മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഒരു മനസ്സുഖം കിട്ടിയില്ല പോകുന്നു ഇത് പറഞ്ഞപ്പോഴേ. എന്നിട്ട് പറയാണ്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിലനിൽക്കുന്ന കാലത്തോളം ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ മാറ്റം ഉണ്ടാവുകയില്ല. പലർക്കും സംഭവിച്ച മാറ്റങ്ങൾ നമുക്കറിയാം. പണ്ട് ഹലാലായ പലതും ഇന്ന് പലർക്കും ഹറാമാണ്. പണ്ട് ഹറാമായ പല കാര്യങ്ങളും ഇന്ന് ഹലാലുമാണ്. മുജാഹിദുകളെ കുറിച്ചിട്ട് തന്നെയാണ്. പണ്ട് ഹലാലായിരുന്നു, നബിദിനാഘോഷം ഹലാലായിരുന്നു, പിന്നീട് അത് ഹറാമാക്കിയ വഹാബികൾ തന്നെ. അതുപോലെ തന്നെ ആദ്യം പഠിപ്പിച്ചിരുന്നത് തറാവീഹ് 20 ആയിരുന്നു, പിന്നീട് പഠിപ്പിച്ചു 20 ബിദ്അത്താണ്, നബിചര്യക്ക് എതിരാണെന്ന് ഞാൻ വായിച്ചുതരാം. അങ്ങനെ തുടങ്ങിയിട്ട് ഇവരെ തന്നെ കുറിച്ചിട്ടാണ് ഇയാൾ എഴുതുന്നത്. എന്നിട്ട് മാറ്റങ്ങൾ കാരണം ഈ യഥാർത്ഥ ഖുർആനും സുന്നത്തുമായിരുന്നില്ല അവരുടെ അടിസ്ഥാന സ്രോതസ് എന്നതുകൊണ്ട് എന്താണത്, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും ഈ ഗതികേടുണ്ടായിട്ടില്ല. ഇങ്ങനെ മാറ്റി പറയേണ്ട ഗതികേട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് മൗലവിമാർ മറുപടി പറയേണ്ടതാണ്. എന്നാൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ തറാവീൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അന്ന് 10, 15 വിഷയങ്ങളിൽ സുന്നികളും മുജാഹിദുകളും തർക്കമുള്ളൂ. 1920 കാലങ്ങളിൽ 21 ശേഷമാണ് വഹാബികൾ കേരളത്തിൽ വരുന്നത്. അന്ന് മുതൽ പിന്നീട് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന 100 വിഷയങ്ങളിൽ തർക്കമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഉമർ മൗലവി എഴുതിച്ചിരുന്നു സിഹർ അത് കുഫറാണ് എന്ന്. സക്കരിയ സലാഹിനെ ചോദ്യം ചെയ്തിട്ട് അങ്ങനെ ഉമർ മൗലവി ഒരിക്കലും എഴുതിയിട്ടില്ല എന്ന് പറയുക. അതുപോലെ തന്നെ ഈ തറാവീൻ്റെ വിഷയത്തിൽ ഇത് ഉമർ മൗലവിൻ്റെ മകൻ എഴുതിയ പുസ്തകം വഴി വിരിഞ്ഞവർ എന്ന് പറയുന്ന പുസ്തകം. മുബാറക്ക് ഉമർ മൗലവിൻ്റെ മകൻ മുബാറക്ക് ബിൻ ഉമർ, അദ്ദേഹം ഇതിൽ എഴുതുകയാണ്, തറാവീഹ് നമസ്കാരം 11 റക്അത്തിലധികമില്ല. അത് 20 അവർ പഠിപ്പിച്ചിരുന്നു, നമുക്കൊക്കെ അറിയാം. ആദ്യകാലങ്ങളിൽ മദ്രസകളിലൊക്കെ പഠിപ്പിച്ചിരുന്നത് തറാവീഹ് 20 റക്അത്താണ് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നീട് അത് നബിചര്യല്ല എന്ന് പറഞ്ഞ് 11 പഠിപ്പിച്ചവരാണ്. അതാണ് ഈ പുസ്തകത്തിലും പറയുന്നത്. തറാവീഹ് നമസ്കാരം 11 റക്അത്തിലധികമില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം ദുർബലമായ ഹദീസുകളെയോ പണ്ഡിതാഭിപ്രായങ്ങളെയോ അവലംബിച്ച് കൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയോ 11-ലധികം നമസ്കരിക്കുന്നതിന് വിരോധമില്ല എന്ന വാദം തെറ്റും
നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനവുമാകുന്നു. 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിക്കാം എന്ന് പറയുന്നത് നാം ഇതുവരെ നിലനിർത്തിപ്പോന്ന ആദർശത്തിന് എതിരാണ്, എന്ന് വെച്ചാൽ ബിദ്അത്താണ്. ചില സമയത്ത് 11 എന്നാണ് ഈ പുസ്തകത്തിൽ കൊടുത്തത്. അവർ പിളരുന്നത് 2002 പിളരുന്നതിന് ശേഷം എഴുതിയ പുസ്തകമാണ്. ഉമർ മൗലവിൻ്റെ മകൻ എഴുതിയ പുസ്തകമാണത്. ഇത് അച്ചടിക്കുന്നത് 2004 പിളർന്നത് 2 വർഷത്തിന് ശേഷം. എന്നാൽ അതേ സക്കരിയ സലാഹി തന്നെ 2018 ഇസ്ലാം മാസികയിൽ തറാവി 20 നിസ്കരിക്കാം എന്നെല്ലാം സമർത്ഥിച്ചുകൊണ്ട് അവസാനം അയാൾ തന്നെ മുജാഹിദ് സുഹൃത്തുക്കളോട് പറയുകയാണ്. മുജാഹിദ് സുഹൃത്തുക്കളോട് സ്നേഹപൂർവം എന്നിട്ട് സക്കരിയ സലാഹി പറയുകയാണ്, മുജാഹിദ് സംഘടനയിൽ പ്രവർത്തിച്ച നീണ്ട 30 വർഷങ്ങൾക്കിടയിൽ പലപ്പോഴും തറാവീൻ്റെ വിഷയത്തിൽ 8ഉം 3ഉം 11 നബിചര്യയെന്നും അതിലപ്പുറമുള്ളത് നബിചര്യയ്ക്ക് വിരുദ്ധമാണെന്നും, അതായത് വിദഅത്താണ് എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തയാളാണ് ഈ ലേഖകൻ എന്ന് വെച്ചാൽ സക്കരിയ സലാഹി. മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ 11ലധികം തറാവീഹിനെ കുറിച്ച് വളരെ വേഗിയാണ് കേൾക്കാൻ തന്നെ തുടങ്ങിയത്. പഠിക്കാൻ പുറപ്പെട്ടില്ല. മാവിലൈമാരിങ്ങനെ തട്ടിവിടുന്നത് ഇങ്ങനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ പറയുന്നതാണ്. സാർ തെളിവാണ് ഇതൊക്കെ. ഗൾഫ് സലഫി പണ്ഡിതന്മാരുടെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയും ഉദ്ധരണികൾ എടുത്തുകൊണ്ട് തറാവീഹിൻ്റെ കാര്യത്തിൽ കേരള സലഫികളെ എതിരാളികൾ പരിഹസിക്കാറുണ്ടായിരുന്നു. സുന്നികൾ വഹാബികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാകും. ഇബ്നു തൈമിയ്യ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, തറാവീഹ് പുറക്കാലത്ത് സലഫി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എതിരെ ഇങ്ങനെ നമ്മൾ സുന്നികൾ വഹാബികൾക്ക് എതിരെ പറയാറുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് സക്കരിയ സലാഹി പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെന്താ ചെയ്യൽ? അപ്പോഴൊക്കെയും നാം തെളിവിൻ്റെയും നബിചര്യയുടെയും പിന്തുണയുള്ളവരാണെന്ന് സമാധാനത്തിൽ ആ എതിർവാദങ്ങളെ പ്രതിരോധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ തറാവീഹിൻ്റെ വിഷയത്തിൽ മുജാഹിദ് സംഘടനകൾ തുടർന്നു വരുന്ന കടുംപിടുത്ത നിലപാട് പൂർണ്ണമായും സലഫി നിലപാടിനൊപ്പമല്ലെന്ന് തിരിച്ചറിവുണ്ടാവുകയും 1 വർഷം മുമ്പ് വാട്സപ്പിലൂടെ 6 ക്ലിപ്പുകൾ ഇറക്കി ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം ജനങ്ങളോട് തുറന്ന് പറയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ തറാവീഹ് വിഷയത്തിൽ ഈ ലേഖകൻ മുമ്പെഴുതിയ ലേഖനങ്ങളിലോ സംസാരങ്ങളിലോ സലഫുകളുടെയും ലോക സലഫ് ഉലമാക്കളുടെയും നിലപാടിന് വിരുദ്ധമായി വന്ന എൻ്റെ അഭിപ്രായങ്ങൾ ഇതോടെ ദുർബലപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും മാറ്റം സംഭവിച്ചിട്ടില്ല, മാറ്റേണ്ട ഗതികേടേ വന്നിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും ആദർശം മാറ്റി പറയേണ്ടി വന്നിട്ടേ ഇല്ല. 1997 മുമ്പ് തന്നെ ആദർശം മാറ്റിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് ശേഷം ഇനി ഒരിക്കലും ആദർശം മാറ്റേണ്ട ഗതികേടും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടാവുകയില്ല. കാരണം ഖുർആനും സുന്നത്തും ഉള്ള കാലത്തോളം എന്നാണ് ഇതിൽ പറയുന്നത്. എന്നിട്ടാണ് സക്കരിയ സലാഹി എഴുതുന്നത്. ഇപ്പോൾ പല ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാം തറാവീഹ് അങ്ങനെ കടുംപിടുത്തിൻ്റെ അത് 20 ആണെങ്കിൽ 20 നിസ്കരിക്കാം, ഒറ്റയ്ക്ക് അങ്ങനെ നിസ്കരിക്കാം. അതിന് മുമ്പ് എഴുതി വെച്ചത് അതിന് മുമ്പ് അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല, അങ്ങനെ നിസ്കരിക്കാം. ഈ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി 11 കൂടുതൽ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ നിന്നുള്ള വ്യതിയാനമാണെന്നാണ് ഈ പുസ്തകത്തിൽ ഉമർ മൗലവിൻ്റെ മകൻ എഴുതി വെക്കുന്നത്. അപ്പോൾ സക്കരിയ സലാഹി എന്നിട്ട് പറയുകയാണ്, എൻ്റെ മുമ്പുള്ള പ്രസംഗങ്ങളും ഇതൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല. ഈ 2 ലേഖനങ്ങളും ഈ ഉള്ളവൻ മുജാഹിദ് സംഘടനയിലുണ്ടായിരുന്ന സമയത്ത് സംഘടനയുടെ ആദർശമായി എഴുതിയതായിരുന്നു. കൂടുതൽ പഠിച്ചപ്പോൾ സുന്നികളിൽ നിന്ന് സുന്നി പണ്ഡിതന്മാരോട് പഠിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ എപ്പോഴാണ് തെളിച്ചം കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. സക്കരിയ സലാഹിക്ക് ആ വിഷയത്തിൽ തെളിച്ചം കിട്ടിയതാണ് പറഞ്ഞത്. കൂടുതൽ പഠിച്ചപ്പോൾ അതിൽ പല തെറ്റുകളും ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ ആ 2 ലേഖനങ്ങളും ഈ ഉള്ളവൻ ഇതിനാൽ പിൻവലിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പിൻവലിച്ചവരും ആദർശം മാറ്റിപ്പറയുകയും ചെയ്തവരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഒരു ഉറപ്പുമില്ലാതെ വഹാബി മൗലവിമാർ എഴുതി വെക്കുന്നതാണിത്. ഇതിലൊന്നും ആരും വഞ്ചിതരാവേണ്ടതില്ല, ധാരാളം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ ഓരോന്ന് നമുക്ക് പറയാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.